ഹലോ കൽബലെ, പുതിയൊരു വീട്ടിലായിട്ട് സ്വാഗതം. നമ്മൾ ഇന്നൊരു മന്തി അങ്ങനെയായിട്ട് സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോവാണ്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റോഡ് ഏതാ കുയ്യ ഏതാണെന്നുള്ള മനസ്സിലാവുന്നില്ല, കാരണം അത്രയും വെള്ളമില്ല മഴ പെയ്തുകൊണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, നമ്മളൊരു വൈക്ക് നമ്മളൊരു സന്തോഷത്തിന് ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ തന്നെ വരും. ഏത് മഴ 1 മീറ്ററാണ്ട് പോയപ്പോൾ തന്നെ അവസ്ഥ. പിന്നെ മഴ കൊണ്ട് അങ്ങൊക്കെ അറിയാലോ നമ്മളെ കോലം എന്തായിരിക്കും, നഞ്ഞ കോഴിക്കുള്ള മാതിരി ആയിപ്പോയി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മളെ സർക്കാരിനെ നമ്മൾ അഭിമാനിക്കണം, കാരണം ഇന്നത്തെ ഒരു നല്ല റോഡ് അടിപൊളി റോഡാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കേട്ടോ, വണ്ടി പഠിക്കുന്നവർക്ക് നല്ല സുഖം റോഡ് വഴി. അല്ലെങ്കിൽ എറിയാൻ ആരെങ്കിലും അടുത്ത് വടി കൊടുക്കൂലല്ലോ. എന്റെ കമ്പനിക്കാരന്റെ പരിപാടിയാണ്. എങ്ങനെയുണ്ട് ക്യാമറ, അടിപൊളിയായിട്ട് എടുത്തില്ലേ? വീഡിയോ കുറെ എടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ കുറെ ക്ലിപ്പുകൾ കാണാം. അപ്പൊ പിന്നെന്താ ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ച് ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും എന്റെ വീടാണെന്ന്. പക്ഷെ ഇത് ആരോ വീടാട്ടോ, ഏതോ പൈസക്കാരന്റെ വീടാണ്. കണ്ടം വെറുതെ ഒരു മുഖത്തിന് എടുത്താൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ മക്കളെ. ഏതൊക്കെ വഴിക്കൂടെ നമ്മൾ എത്തിയിട്ട് ലാസ്റ്റ് സ്പോട്ടിൽ എത്താനായി. ഇനി ഇവിടെ എന്താ അവസ്ഥ എന്നുള്ള നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളെന്താക്കാ, നമുക്ക് സ്പോട്ടിൽ ഒന്ന് കയറി വെക്കുക. ഈ കാഴ്ച കണ്ടപ്പോഴാണ് ആട് ഫിലിമിലെ ജയസൂര്യ പറഞ്ഞൊരു ഡയലോഗ് ഓർമ്മ വന്നിട്ടാണ്, ഇങ്ങനത്തെ ഒരു ദുരിതം ആർക്കും വരുത്തല്ലേ. ഹൈ ഹൈ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. നമുക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മന്തിയാണ്. അപ്പൊ അതിന് നമ്മളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് നേരത്താണോ എനിക്ക് മന്തിക്ക് പോയി വന്നത്, ഇവരും തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഓൻ്റെ തനിസൂര് പഠിക്കല്. ചില കാര്യങ്ങൾ പുരാന ആർമി പറയുന്നതും ശരി തന്നെയാണ് കേട്ടോ. അമിതമായ അമൃതും വിഷം. ഇതിന്റെ ഇടയ്ക്കൊരു കാര്യം പറയാണ്ട്, നിങ്ങളെന്താ ലൈക്കൊന്നും അടിക്കാതെ? ഒരു ലൈക്കൊക്കെ തരും ചെങ്ങൈമാരെ. അങ്ങനെ പാവത്തിന് ദാഹം തീർത്തു കൊടുക്കുക. എത്രക്ക് 200 ബഡ്സിനാണ് നമ്മൾ അടിച്ച്. ആ ചേച്ചിന്റെ അടുത്ത് നിന്ന് ഒരു ഹായും കിട്ടിയിട്ട് നമുക്ക് അങ്ങനെ അവിടെ തിരിച്ച് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാണെന്ന് അറിയില്ല, ഒരു മന്തി ഷോപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും നമുക്ക് ഒന്ന് കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലായി പോയി. അങ്ങനെ പിന്നെ ഹൈവേക്ക് നേരെ വെച്ച് പിടിച്ചിരിക്കണേ. നമ്മൾ തുടങ്ങിയിരിക്കണേ, നമ്മളെ ബ്ലോക്ക് തുടങ്ങിയിരിക്കണേ. എങ്ങനെ ഇരിക്കുന്നു ഇതാണ് പറയുന്നത്. നേരത്തിന് ഇറങ്ങണം എന്ന് ഇതാ പറയുന്നത്. അൽഹംദുലില്ലാ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തോ ഒരു സമാധാനത്തിൽ നമ്മൾ മന്തി ഷോപ്പ് ഒന്ന് കണ്ടു. അവിടെ ഏതായാലും സൈഡാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഓൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഇന്ത്യയിൽ ഓൻ എന്തൊക്കെയാ പറയുന്നത് നമുക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എൻ്റെ ചെങ്ങായിനോട് ഇങ്ങനെ ചോദിച്ചു കുറേ നേരം, ഓൻ എന്തൊക്കെയാ പറയുന്നുണ്ട്. ചിക്കൻ ഇങ്ങനെ തിരിയുന്ന കണ്ടിട്ട് നമ്മളെ വണ്ടയിലാണെങ്കിലും എന്തൊക്കെയോ ആവുന്നു. എങ്ങനെയെങ്കിലും വേണ്ടില്ല, എനിക്ക് എന്തായാലും വേണ്ടില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് തരുന്ന പറഞ്ഞിട്ടുള്ളത്. ഓനോടൊരു ഹായും കുയ്യൊക്കെ കൊടുത്താണ് നമ്മളെന്താക്കി സാധനം വാങ്ങിയാണ്ട് നമ്മളവിടെ നേരെ ഇറങ്ങിട്ടോ. പാവത്തിന് അറിയില്ലല്ലോ നമ്മളെ ഗതികേട് എന്താന്നുള്ളത്. നമുക്കറിയില്ല നമ്മൾ എന്തൊക്കെയാ തരണം ചെയ്തിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പൊ എന്താക്കി, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എന്തായാലും വേണ്ടില്ല, നമുക്ക് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും വീഡിയോ എടുക്കാനുള്ള സമയമില്ല. അത് അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.